നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2025 കറണ്ട് അഫയേഴ്സ് ആണ്. ഇതുവരെയും നമ്മുടെ ചാനൽ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഇതിലെ വീഡിയോസ് ഒന്നും ഇതുവരെയും ചെക്കൗട്ട് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് ചാനൽ കയറി നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ നേടിയ മലയാളികൾ ആരൊക്കെയെന്നാണ്. അപ്പം 2 മലയാളികൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഡോക്ടർ പ്രദീപ് തലാപ്പിൽ മദ്രാസ് IITയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ VSSC വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ N ജയൻ ആണ് 2 മലയാളികൾ കേട്ടോ. ഇവർ രണ്ടുപേരെയും കൂടാതെ 24 പേർക്കാണ് 2025 രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. 2023 സമ്മാനത്തുക ഒഴിവാക്കി ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരസ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ എന്ന പേരിൽ പുനഃസംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ സമഗ്ര സംഭാവനയ്ക്കുള്ള വിജ്ഞാൻ രത്ന പുരസ്കാരം അടുത്തിടെ അന്തരിച്ച ജ്യോതിശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ ജയന്ത് വിഷ്ണു നർലേക്കറിനാണ് മരണാനന്തര ബഹുമതിയായിട്ട് നൽകിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, രാമായണം ഇതിവൃത്തമാക്കിയ മെഴുകു മ്യൂസിയം, രാമായണ വാക്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണെന്നാണ്. UPയിലുള്ള അയോധ്യയിലെ സരയൂ നദീതീരത്താണ് രാമായണ വാക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പം രാമായണം എന്ന് പറയുന്ന ഇതിഹാസത്തിലെ 50 കഥാപാത്രങ്ങളുടെ മെഴുകു പ്രതിമകളാണ് ഈ മ്യൂസിയത്തിലുള്ളത്. ഇത്തരത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ മ്യൂസിയമാണ് അയോധ്യയിലെ സരയൂ നദീതീരത്തുള്ള രാമായണ വാക്സ് മ്യൂസിയം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ജനപ്രാതിനിധ്യ നിയമത്തിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇപ്പോൾ വോട്ടർ പട്ടികയുടെ തീവ്രപരിഷ്കരണത്തിനുള്ള SIR പ്രവർത്തനം നടക്കുന്നത്? സെക്ഷൻ 21 പ്രകാരം. SIR നടക്കുന്നത് സെക്ഷൻ 21 പ്രകാരമാണ്. SIRന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് അക്കാദമിയുടെ 2025 ബുക്ക് പ്രൈസിന് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ. അപ്പോൾ ബ്രിട്ടീഷ് അക്കാദമിയുടെ ബുക്ക് പ്രൈസ് കേട്ടോ, ബുക്കർ പ്രൈസ് അല്ല, ബുക്ക് പ്രൈസ്, അതിന് അർഹനായ ഇന്ത്യൻ വംശജനായ ചരിത്രകാരൻ സുനിൽ അമൃതാണ്. അദ്ദേഹത്തിന്റെ കൃതി ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 ഇയേഴ്സ്. അപ്പം സുനിൽ അമൃത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ദ ബേണിംഗ് എർത്ത് ആൻഡ് എൻവയോൺമെന്റൽ ഹിസ്റ്ററി ഓഫ് ദി ലാസ്റ്റ് 500 ഇയേഴ്സ് എന്നാണ്. അടുത്ത ചോദ്യം, മധ്യ ആഫ്രിക്കൻ രാജ്യമായ കാമറൂണിൽ വീണ്ടും അധികാരത്തിലെത്തിയ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് പോൾ ബിയ. തുടർച്ചയായിട്ട് 8ാം തവണയാണ് 92കാരനായ പോൾ ബിയ ഈ പദവിയിലെത്തിയത്. അടുത്ത ചോദ്യം, ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടു. ആരാണ് ആ വ്യക്തി? സാമിയ സുലൂഹു ഹസൻ ആണ് ടാൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിരുന്നതും രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടതുമായിട്ടുള്ള വ്യക്തി. സാമിയ സുലൂഹു ഹസൻ ട്ടോ. അടുത്ത ചോദ്യം, അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം ചിത്രകാരൻ വരച്ച ചീറ്റകൾ വിശ്രമിക്കുന്ന ചിത്രം എ ഫാമിലി ഓഫ് ചീറ്റാസ് അടുത്തിടെ ന്യൂഡൽഹിയിൽ നടന്ന ലേലത്തിൽ 119 കോടിയോളം രൂപയ്ക്ക് വിറ്റുപോയി. ആരായിരുന്നു ആ ചിത്രകാരൻ? ബസവൻ എന്നായിരുന്നു ആ ചിത്രകാരന്റെ പേര്. അബുൾ ഫസൽ രചിച്ച അക്ബറുടെ ഔദ്യോഗിക ജീവചരിത്രമായ അക്ബർനാമ, മഹാഭാരതത്തിന്റെ പേർഷ്യൻ വിവർത്തനമായ രസ്മനാമ തുടങ്ങിയവയ്ക്ക് ചിത്രീകരണം നടത്തിയത് ബസവനാണ്. 1575-80കൾക്കിടയിലാണ് ചീറ്റകളുടെ ചിത്രം അദ്ദേഹം വരച്ചത്. അടുത്ത ചോദ്യം, രുചിവൈവിധ്യങ്ങളുടെയും പാചക പാരമ്പര്യത്തിന്റെയും പേരിലുള്ള യുനെസ്കോ പട്ടികയിൽ UCCN എന്നാണ് ആ പട്ടികയുടെ പേര്, യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക്. അപ്പോൾ UCCN പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം ലക്നൗ ആണ്. UPയിലെ ലക്നൗ. 2019 ഹൈദരാബാദ് ഈ സൂചികയിൽ വന്ന ശേഷം ഇതിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ലക്നൗ. അടുത്ത ചോദ്യം, ന്യൂയോർക്ക് നഗരത്തിന്റെ ആദ്യ മുസ്ലിം മേയർ സൊഹ്റാൻ മംദാനി. ഇന്ത്യൻ വംശജനും ആഫ്രിക്കയിൽ ജനിച്ച വ്യക്തിയുമാണ് മംദാനി. ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ 1892 ശേഷമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് അദ്ദേഹം. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഇടതുപക്ഷക്കാരനാണ് 34കാരനായിട്ടുള്ള മംദാനി. അടുത്തത്, ഇസ്രായേൽ അറബ് ഇസ്ലാമിക ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനായി 2020 US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ സർക്കാർ ഇടപെട്ട് രൂപം കൊടുത്ത എബ്രഹാം അക്കോർഡ്, എബ്രഹാം ഉടമ്പടിയിൽ ഏറ്റവും ഒടുവിൽ അംഗമായത്. അപ്പം എബ്രഹാം അക്കോർഡ്സിൽ ഏറ്റവും അവസാനം അംഗമായ രാജ്യം എന്ന് പറയുന്നത് കസാഖിസ്ഥാൻ ആണ്. UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നിവയാണ് മുമ്പ് ഇസ്രായേലുമായി എബ്രഹാം അക്കോർഡിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. അടുത്ത ചോദ്യം, പ്രതിരോധ പഠന ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി ഭാരത് ശക്തി ഏർപ്പെടുത്തിയ പ്രതിരോധ രംഗത്തെ മികവിനുള്ള ആജീവനാന്ത പുരസ്കാരം നേടിയ മലയാളി വാപ്പാല ബാലചന്ദ്രൻ. ഒറ്റപ്പാലം സ്വദേശിയായ ഇദ്ദേഹം റോയുടെ മുൻ സ്പെഷ്യൽ സെക്രട്ടറിയും മഹാരാഷ്ട്ര കേഡർ മുൻ IPS ഉദ്യോഗസ്ഥനുമാണ്. അടുത്ത ചോദ്യം, ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെടുന്ന നോവലുകൾക്ക് ബ്രിട്ടൻ നൽകുന്ന മാൻ ബുക്കർ പുരസ്കാരം 2025 നേടിയത് ഹംഗേറിയൻ എഴുത്തുകാരനായിട്ടുള്ള ഡേവിഡ് സൊല്ലോ ആണ്. അദ്ദേഹത്തിന്റെ കൃതി ഫ്ലഷ്. അപ്പം ഫ്ലഷ് എന്ന് പറയുന്ന നോവലിന് ഹംഗേറിയൻ എഴുത്തുകാരനായ ഡേവിഡ് സൊല്ലോയ്ക്കാണ് 2025 മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2025 ഡെയ്റ്റൺ സാഹിത്യ സമ്മാന ജേതാവ് സൽമാൻ റുഷ്ദിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സാഹിത്യകാരനായ റുഷ്ദിക്ക് ആജീവനാന്ത സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്.
3 ലക്ഷത്തിലേറെ പേർ കൊല്ലപ്പെട്ട ബാൽക്കൻ യുദ്ധത്തിന് അന്ത്യം കുറിച്ച 1995 സമാധാന ഉടമ്പടിക്ക് ഇടയാക്കിയ ചർച്ച നടന്ന സ്ഥലമാണ് ഡെയ്റ്റൺ. ഈ ഉടമ്പടിയുടെ സൂത്രധാരനായ US നയതന്ത്രജ്ഞൻ റിച്ചർഡ് സി ഹോൾബ്രൂക്കിന്റെ പേരിലാണ് പുരസ്കാരം നൽകുന്നത്. അടുത്ത ചോദ്യം, 2025 ഡിസംബർ 9, 11 തീയതികളിൽ സംസ്ഥാനത്തെ 1199 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും ഒരു നഗരസഭയിൽ അതുണ്ടായില്ല. അത് ഏത് നഗരസഭയിലാണെന്നാണ് ചോദ്യം. കണ്ണൂരിലെ മട്ടന്നൂർ നഗരസഭയിലാണ്. നേരത്തെ നടന്ന തിരഞ്ഞെടുപ്പ് സമയക്രമത്തിന്റെ വ്യത്യാസത്താൽ 2027 സെപ്റ്റംബറിൽ മാത്രമേ അവിടെ ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ. ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റാംസാറിൽ ഇന്ത്യയിൽ നിന്ന് പുതുതായി ഉൾപ്പെടുത്തപ്പെട്ടത് ഗോഗാബീൽ തടാകം. ഇന്ത്യയിൽ നിന്ന് റാംസാറിൽ ഉൾപ്പെട്ട 94ാമത്തെ തണ്ണീർത്തടമാണ് ബീഹാറിലെ കതിഹാർ ജില്ലയിൽ ഗംഗ മഹാനന്ദ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഓക്സ്ബോ തടാകമായിട്ടുള്ള ഗോഗാബിൽ. അടുത്ത ചോദ്യം, ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയെ മറികടന്ന് 2025 ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ്. 42 കോടിയാണ് നിലവിലെ അവിടുത്തെ ജനസംഖ്യ. രണ്ടാം സ്ഥാനത്ത് 37 കോടിയുമായിട്ട് ബംഗ്ലാദേശിലെ ധാക്കയും, അതുപോലെ തന്നെ 2018 കണക്കുകൾ പ്രകാരം ഒന്നാം സ്ഥാനത്തായിരുന്ന ടോക്കിയോ നിലവിൽ 33 കോടിയുമായിട്ട് മൂന്നാമതായി. 4ാം സ്ഥാനത്ത് ന്യൂഡൽഹിയാണ്. 3.2 കോടിയാണ് അവിടുത്തെ ജനസംഖ്യ. ജനസംഖ്യ കൂടുതലുള്ള 10 നഗരങ്ങളിൽ 9ഉം ഏഷ്യയിലാണ്. ന്യൂഡൽഹിക്ക് പുറമെ കൊൽക്കത്തയും പട്ടികയിലുണ്ട്. ഏഷ്യയ്ക്ക് പുറത്തുള്ള ആദ്യ 10ലെ ഏക നഗരം കെയ്റോ ആണ്. അടുത്ത ചോദ്യം, ലോക എയ്ഡ്സ് ദിനം ഡിസംബർ 1. 2025 എയ്ഡ്സ് ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ ട്രാൻസ്ഫോമിംഗ് ദ എയ്ഡ്സ് റെസ്പോൺസ് എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള മറൈൻ സിങ്ക് ഹോൾ അഥവാ ബ്ലൂ ഹോൾ ഡ്രാഗൺ ഹോളാണ്. അടുത്തത്, ഭൂമിയിൽ കണ്ടെത്തിയിട്ടുള്ളതിൽ ഏറ്റവും ആഴമേറിയ ഗുഹ വെരിയോവ്കിന. അടുത്ത ചോദ്യം, ഹരിയാനയിൽ നടന്ന ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് കേരളമാണ്. അടുത്ത ചോദ്യം, വാക്സിൻ എടുത്ത ശേഷവും പേവിഷം ബാധിച്ചുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രക്തം പരിശോധിച്ച് വാക്സിൻ ഫലപ്രദമായോ എന്നറിയാനുള്ള സ്യൂഡോ വൈറസ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് വികസിപ്പിച്ച സ്ഥാപനം തിരുവനന്തപുരം തോന്നയ്ക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അടുത്ത ചോദ്യം, ക്രിക്കറ്റിലെ ഒരു ഫോർമാറ്റിൽ മാത്രമായി ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വിരാട് കോഹ്ലി. അടുത്തത്, സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് നേടിയത് വൈഭവ് സൂര്യവംശി. അടുത്ത ചോദ്യം, ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച യുദ്ധവിമാനം അപകടത്തിൽപ്പെടുമ്പോൾ പൈലറ്റുമാർക്ക് സുരക്ഷ ഒരുക്കാനുള്ള സാങ്കേതിക വിദ്യയ്ക്കുള്ള പരീക്ഷണം റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്റ്റഡ് RTRS. റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്റ്റഡ് എന്നാണ് അതിന്റെ പേര്. അടുത്തത്, 2025 ഡിസംബറിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതയായത് ഉഷ ജാനകിരാമനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കോറൽ റീഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. അടുത്തത്, 2025 സുൽത്താൻ അസ്ലൻ ഷാ കപ്പിൽ വിജയിച്ചത് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കിയായിട്ട് സംബന്ധിച്ചതാണ്. അതിൽ വിജയികളായത് ബെൽജിയമാണ്. അടുത്തത്, ലിയോ 14 മാർപ്പാപ്പ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ആദ്യമായി സന്ദർശിച്ച വിദേശ രാജ്യം തുർക്കി. ഇനി കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ആഗോള ഭിന്നശേഷി ദിനം ഡിസംബർ 3. അംബേദ്കർ സ്മൃതി ദിനം ഡിസംബർ 6. RBIയുടെ പുതിയ റിപ്പോ നിരക്ക് 5.25%. അടുത്ത ചോദ്യം, ഫ്രഞ്ച് സർക്കാരിന്റെ സിവിലിയൻ ബഹുമതി നൈറ്റ് ഓഫ് ദി ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ലഭിച്ചത് രവി DC. അടുത്ത ചോദ്യം, ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരത്തിന് അർഹനായ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്തത്, ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ INS താരഗിരി. ഇനി 2025 ഡിസംബറിൽ ഇന്ത്യ റഷ്യ ഉച്ചകോടിക്ക് വേദിയായത് ഇന്ത്യ. ICC പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് 2026 മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ. അടുത്ത ചോദ്യം, 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ജൂറി അധ്യക്ഷൻ മുഹമ്മദ് റസൂലോഫ്. അടുത്ത ചോദ്യം, 2026 നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ജപ്പാൻ. അടുത്തത്, 2025 ഡിസംബറിൽ ഭൗമസൂചിക പദവി GI ടാഗ് ലഭിച്ച പശ്ചിമ ബംഗാളിൽ നിന്നുള്ള കാർഷിക ഉത്പന്നം ഡാർജിലിംഗ് മാൻഡറിൻ ഓറഞ്ച്. 2025 ഫിഡെ സർക്യൂട്ടിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ ചെസ് താരം ആരാണ്? R പ്രജ്ഞാനന്ദ. അടുത്തത്, ഒഡീഷയിലെ ഭുവനേശ്വറിൽ നടന്ന 19ാമത് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ കോൺക്ലേവിൽ പുരസ്കാരങ്ങൾ ലഭിച്ച കേരളത്തിലെ പദ്ധതികൾ ഏതെല്ലാം? DG കേരളം കൈറ്റ്. അടുത്തത്, 2024-25 വർഷത്തെ സംസ്ഥാനത്തെ മികച്ച സേവനത്തിനുള്ള ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് ജില്ലയ്ക്കാണെന്നാണ്? മലപ്പുറം. അടുത്ത ചോദ്യം, കേന്ദ്ര ഗവൺമെന്റ് വഖഫ് സ്വത്തുക്കളുടെ സമ്പൂർണ്ണ രജിസ്ട്രേഷൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പോർട്ടൽ
ഉമ്മീദ് പോർട്ടൽ. അടുത്ത ചോദ്യം, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFF സൂപ്പർ കപ്പ് കിരീടം വീണ്ടും നേടിയത് FC ഗോവ. അടുത്ത ചോദ്യം, 2025 FIH ജൂനിയർ പുരുഷ ഹോക്കി ലോകകപ്പ് ചലഞ്ചർ ട്രോഫി സ്വന്തമാക്കിയ രാജ്യം ബംഗ്ലാദേശാണ്. അടുത്തിടെ കാഴ്ച പരിമിതിയുള്ള തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബ്രെയിൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അടുത്ത ചോദ്യം, 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രം സ്കിൻ ഓഫ് യൂത്ത്. അടുത്തത്, അധിനിവേശ പലസ്തീൻ ഭൂപ്രദേശങ്ങളിലും ഇസ്രായേലിലും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിനുള്ള UN സ്വതന്ത്ര അന്വേഷണ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ഡോക്ടർ S മുരളീധർ. അടുത്തത്, ഇന്ത്യയുടെ 27ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആയത് ഇഷ ശർമ്മ. ദ ലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് P സദാശിവം. അടുത്ത ചോദ്യം, കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണം എന്നത് സംബന്ധിച്ച് പോലീസിന് പരിശീലനത്തിനായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി ബോധ്യം. അടുത്ത ചോദ്യം, വിദ്യാർത്ഥിനികളെ ആയോധന കലകൾ ഉൾപ്പെടെ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജരാക്കുന്ന പദ്ധതി ധീര. SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് രവി രഞ്ജൻ. അടുത്തതായി ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരങ്ങളെ പറ്റിയാണ്. മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്രാൻസിന്റെ ഒസ്മാൻ ഡംബലെയാണ്. മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാന ബോൺമാറ്റിയാണ്. ഫിഫ ദ ബെസ്റ്റിലെ മികച്ച വനിതാ താരമായിട്ട് 3ാം തവണയാണ് ഐറ്റാന ബോൺമാറ്റിയെ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അടുത്തത്, ഇന്ത്യയിൽ ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 18. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024 ഏറ്റവും കൂടുതൽ വിദേശ സഞ്ചാരികൾ എത്തിയ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ 5 വേദിയാകുന്നത് ബേപ്പൂർ. അടുത്ത ചോദ്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും നിയമ സാമൂഹിക വൈകാരിക പിന്തുണ നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ തുടങ്ങിയ പദ്ധതി സ്നേഹിത. അടുത്തത്, 2025 ഡിസംബറിൽ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ട രാജ്യം ഒമാൻ. ദേശീയ ഗണിത ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 22. വിദ്യാർത്ഥികളുടെ സംരംഭകത്വ കഴിവുകൾ വളർത്തുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ട് കണ്ണൂർ സർവകലാശാലയിൽ നടപ്പാക്കുന്ന കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സംരംഭം ഫ്രീഡം സ്ക്വയർ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും സമ്പദ് വ്യവസ്ഥയുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അടുത്തിടെ ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ ആനമുടിയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യചെടി പൊഗോസ്റ്റമോൺ ആനമുടിക്കും. അടുത്ത ചോദ്യം, തുർക്കിയിലെ ഇസ്താംബുളിൽ നടന്ന ഏഷ്യൻ മാസ്റ്റേഴ്സ് ക്ലാസിക് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ 71 വയസ്സുകാരനായ മലയാളി KK വേലായുധൻ. അടുത്തത്, 2025 ഡിസംബറിൽ ഗോവയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഫാസ്റ്റ് പെട്രോൾ വെസൽ ICGS അമൂല്യ. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന 35 മുതൽ 60 വരെ പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി സ്ത്രീ സുരക്ഷാ പദ്ധതി. വീൽചെയറിൽ ബഹിരാകാശത്തെത്തുന്ന ആദ്യ വ്യക്തി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നത് മിക്കേല ബെന്തോസ്. അടുത്ത ചോദ്യം, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും കേരള കാർഷിക സർവകലാശാലയും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേരള എഗ്രോ ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ് 2025 വേദി വെള്ളായണി കാർഷിക കോളേജ് തിരുവനന്തപുരം. അടുത്തത്, ഹരിയാനയിലെ നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ ജനറ്റിക്സ് റിസോഴ്സസ് NBAGR ദേശീയ തലത്തിൽ അംഗീകാരം നൽകിയ കേരളത്തിൽ നിന്നുള്ള താറാവിനങ്ങൾ കുട്ടനാടൻ ചാര ചെമ്പല്ലി. അടുത്തത്, 2026 ഇന്ത്യൻ കരസേനാ ദിനാഘോഷ പരേഡിന് വേദിയാകുന്ന രാജസ്ഥാനിലെ നഗരം ജയ്പൂരാണ്. 2025 പ്രഥമ സാഫ് വനിതാ ക്ലബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ടീം ഈസ്റ്റ് ബംഗാൾ FC. അടുത്ത ചോദ്യം, അടിയന്തര ഘട്ടങ്ങളിൽ സഹായം തേടി വിളിക്കുമ്പോൾ വ്യക്തിയുടെ ലൊക്കേഷൻ എമർജൻസി സർവീസുകളുമായി തനിയെ പങ്കുവയ്ക്കാനുള്ള സംവിധാനം ഇന്ത്യയിൽ അവതരിപ്പിച്ച ആഗോള ടെക് കമ്പനി ഗൂഗിൾ. സോ നമ്മുടെ ഡിസംബർ 2025 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾസോ നിങ്ങളുടെ ഫീഡ്ബാക്സ് ക്വയറീസ് എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആൻഡ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ചെക്കൗട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much for watching the video. Happy learning with Habitus.